ഹരി ഓം. ഓം വാഗീശാദ്യാ സുമനസഃ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. എല്ലാവർക്കും ശബരിമല ശാസ്താവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന ആശംസകളോടെ ചില ധർമ്മ ചിന്തകളും ഒപ്പം തന്നെ ധർമ്മശാസ്താവിൻ്റെ ചരിതവും നമുക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോവാം. ധർമ്മശാസ്താവിനെ സംബന്ധിച്ചുള്ള പല സ്തുതികളുമുണ്ട്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ശാസ്താരം അഹം പ്രണമാമി. ശാസ്താവിനെ ഞാൻ പ്രണമിക്കുന്നു. പാർവതീ ഹൃദയാനന്ദം, പാർവതീദേവിക്ക് ഹൃദയാനന്ദത്തെ പകരുന്ന ശാസ്താവിനെ പ്രണമിക്കുന്നു. പാർവതീ ഹൃദയാനന്ദം എന്നത് സകലരുടെയും ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കാനുള്ള സാമർഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെ അമ്മയ്ക്ക് ആനന്ദത്തെ പകരുന്ന ഈ ധർമ്മശാസ്താവ് ക്ഷത്രിയ വീരനാണ്, ലോകവീരം. മഹാപൂജ്യം, സകലരാലും പൂജിക്കപ്പെടുന്ന പ്രഭുവാണ്. സർവരക്ഷാകരം വിഭും, സകലരെയും രക്ഷിക്കുന്ന, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന പ്രഭുവാണ് വിഭു. അപ്രകാരമുള്ള മഹേശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഏതു പ്രകാരത്തിലാണ് ലഭ്യമാവേണ്ടത്? ധർമ്മശാസ്ത എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ധർമ്മത്തെ ശാസിക്കുന്നവൻ. ധർമ്മവിഷയകമായി തിരിച്ചറിവില്ലായ്മ, അതുപോലെ ധർമ്മം അറിയാമെങ്കിലും ആചരിക്കാനുള്ള ഉത്സാഹമില്ലായ്മ, ഇതൊക്കെ ദോഷകരമായി ഭവിക്കാറുണ്ട്. ഇതിനെന്താ പരിഹാരം? ശരിയായ ധർമ്മ അവബോധവും ധർമാചരണ പ്രേരണയും ലഭിക്കണം. ഇത് രണ്ടും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് സുലഭമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഭഗവാൻ ധർമ്മശാസ്താവ് ശബരിമലയിൽ എഴുന്നരുളി അനുഗ്രഹിക്കുന്നു. കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹമൂർത്തി ചൊരിയുന്ന അനുഗ്രഹത്തിൻ്റെ വ്യാപ്തി ഏറെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേരിവിടെ തീർത്ഥാടകരായി എത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ആരാണ് ധർമ്മശാസ്താവ്? ധർമ്മശാസ്താവിനെ സംബന്ധിക്കുന്ന ഇതിഹാസം, പുരാണം വളരെ പ്രസിദ്ധമാണെങ്കിലും ഈ ശബരിമല കാലത്ത് വൃശ്ചികമാസം പ്രമാണിച്ച് ചില ചിന്തകൾ നമുക്ക് പൊടിതട്ടിയെടുക്കാം. ചില ഓർമ്മകൾ നമുക്ക് പുനഃസ്മരണയ്ക്ക് വിധേയമാക്കാം. ഭൂതനാഥ ഉപാഖ്യാനം കിളിപ്പാട്ട് രചിച്ചിട്ടുള്ളത് കല്ലറയ്ക്കൽ കൃഷ്ണൻ കർത്താവാണ്. ഇതിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം, പുരാണ പരാമർശങ്ങൾ, ഒപ്പം തന്നെ പ്രഭു നൽകിയ അനുഗ്രഹ വിശേഷങ്ങളുടെ ചരിത്രം, ശബരിമല അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ വിസ്തരിക്കുന്നുണ്ട്. അന്നിലയ്ക്ക് വളരെ ശ്രദ്ധേയമായ കൃതിയാണ് ഭൂതനാഥ ഉപാഖ്യാനം. കർക്കിടക മാസത്തിൽ കേരളത്തിലെങ്ങും തുഞ്ചത്തെഴുത്തച്ഛനാചാര്യൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെ വായന ഇക്കാലത്ത് ഏറെ പ്രചരിതമായിട്ടുണ്ട്. ഇതുപോലെ ചിങ്ങമാസത്തിൽ ശ്രീമദ് ഭാഗവത പാരായണത്തിനാണ്
ആളുകൾ താല്പര്യമെടുക്കുക. വൃശ്ചികമാസം ഇതുപോലെ ശ്രീ ഭൂതനാഥ ഉപാഖ്യാനം കിളിപ്പാട്ടും വായിക്കട്ടെ, അങ്ങനെ ഒരു സമ്പ്രദായം ചിലരെങ്കിലും തുടരുന്നുണ്ട്. അത് വ്യാപകമായി പ്രചരിക്കുന്നത് നന്നായിരിക്കും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ചു എന്നുള്ളതുകൊണ്ട് ഭോഗതാൽപര്യം ഏറും. എന്നാൽ ഭോഗതാൽപര്യത്തിനപ്പുറത്ത് യോഗ താൽപര്യം വളർത്തിയെടുക്കാൻ ഉദ്യമിച്ചില്ലെങ്കിൽ ശങ്കര ഭഗവത്പാദർ പാടിയതുപോലെ പുനരപ്പി ജനനം പുനരപ്പി മരണം പുനരപ്പി ജനനേ ജഠരേ ശയനം, ഈ വിധം അധപ്പതിച്ചു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭോഗ താൽപര്യത്തിനപ്പുറത്ത് യോഗ താൽപര്യം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ബഹിർമുഖങ്ങളായിട്ടാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത് എന്നത് ഉപനിഷത്ത് പരാമർശമാണ്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. പുറമേക്ക് ഗമിക്കുന്നവയായിട്ടാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പുറമേക്ക് ഒഴുകാനുള്ള പ്രേരണ പ്രവണത തീവ്രമായിരിക്കും. ചില ധീരന്മാർക്ക് മാത്രമേ അന്തർമുഖത, യോഗബുദ്ധി, ഭോഗബുദ്ധിക്ക് പകരം, ഇന്ദ്രിയ വിഷയങ്ങളെ ഭുജിക്കാനുള്ള ആവേശത്തിന് പകരം അന്തർമുഖ താൽപര്യം വളർത്തിയെടുക്കാൻ ധീരന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഉപനിഷത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. തമാശയായിട്ട് പറയും, ഇതൊരു മാനുഫാക്ചറൽ ഡിഫക്റ്റാണ്, നിർമ്മിതിയിൽ വന്നുപോയ ഒരു ന്യൂനതയാണ്. ആ ന്യൂനതയെ പക്ഷേ നിരന്തര ബോധ്യം കൊണ്ടും മനനം കൊണ്ടും അഭ്യാസം കൊണ്ടും നിയന്ത്രിച്ചെടുക്കാൻ സാധിക്കും. ആചാര്യന്മാർ ഈ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് അതാത് കാലത്ത് ഓരോരോ അനുഷ്ഠാന വിധാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നിശ്ചയിച്ച് കൽപ്പിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ കർക്കിടക മാസം രാമായണ പാരായണത്തിനും ചിങ്ങമാസം ശ്രീമദ് ഭാഗവത പാരായണത്തിനും മുതിരുമ്പോൾ തദനുസൃതമായ ചിന്തകൾ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും, അന്തർമുഖ പ്രേരണ നൽകി അനുഗ്രഹിക്കും. ഇതുപോലെ വൃശ്ചിക മാസമാവുമ്പോഴേക്കും വൃശ്ചിക പൂംപുലരി വ്രതശുദ്ധി വരും പുലരി എന്ന ഒരു ഗാനശകലം ഓർമ്മിക്കുകയാണ്. വ്രതശുദ്ധിക്ക് ഉള്ള ഒരു ആവേശം, ആ ഒരു തണുപ്പും ഒക്കെ പ്രദാനം ചെയ്യും. അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അന്തർമുഖത നേടിയെടുക്കാൻ തീർച്ചയായിട്ടും ഭൂതനാഥ ഉപാഖ്യാനത്തിൻ്റെ പാരായണം സഹായിക്കും. അപ്പം അതിന് എല്ലാവർക്കും ഉത്സാഹമുണ്ടാവട്ടെ. ഭൂതനാഥ ഉപാഖ്യാനത്തിൽ ധർമ്മശാസ്താവിൻ്റെ ആവിർഭവനുമായി ബന്ധപ്പെട്ട് പാലാഴി മഥന കഥയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. പാലാഴി മഥനത്തിന് കാരണമായ സംഗതി എല്ലാവരും സാമാന്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ദുർവാസാവ് മഹർഷി നൽകിയ മാല്യത്തെ ദേവേന്ദ്രൻ ഗൗരവമറിയാതെ നിന്ദിച്ചു. ഇത് പ്രമാണിച്ചാണ് ഒരു ശാപം ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനും ദേവലോകത്തിനും നൽകിയത്. ആ ശാപവശാൽ ഏർപ്പെട്ട ബുദ്ധിമുട്ട് അതിക്രമിക്കാനാണ് പാലാഴി മഥനം നിർവഹിക്കപ്പെട്ടത്. പാലാഴി മഥനത്തിൻ്റെ കഥ നമുക്ക് തുടർന്ന് മറ്റൊരു ദിവസം ആസ്വദിക്കാം. ഹരി ഓം.